നമ്മൾ ഈഞ്ചക്കയിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയതാണ്. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും പഞ്ച് ചെയ്ത് പഞ്ചിൽ വരികയാണ്. ഇപ്പോൾ സമയം 5:29. ഒരു നൂലുമേൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. നമ്മൾ എത്രത്തോളം കെയർഫുള്ളായിരിക്കണോ അത്രത്തോളം കെയർഫുള്ളായിരുന്നില്ലെങ്കിൽ വണ്ടി എന്തായാലും ഉരച്ചുകൊണ്ട് പോകാനെങ്കിലും. എന്താ ഓരോ വണ്ടിയുടെ ഒരു നൂല് പോലത്തെ റോഡാണ് ഇത്. ഇത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി തീർത്ത പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ സമാധാനമായിട്ട് യാത്ര ചെയ്യാം. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കുക. വണ്ടിയൊക്കെ കൊണ്ടുപോയി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ കണ്ട കയറിപ്പുണ്ട തിരിച്ച് വീടെത്തുമെന്ന് തന്നെ സംശയമുണ്ട്. കണ്ട ഓരോ വണ്ടികൾ കൊണ്ട് കയറുന്നത് കണ്ട. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൾക്കാരെല്ലാം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നവരൊന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് എല്ലാം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ സമാധാനമായിട്ട് പോകായിരുന്നു. ഉള്ള ടാക്സ് എല്ലാം കൊടുക്കുകയും വേണം, റോഡ് ശരിയാക്കി തരികയില്ല. ഇതാണ് കുഴപ്പം. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കും. അതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ മിണ്ടാറുമില്ല. മണിക്കൂറുകളോളം ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് നമ്മളിപ്പം കഴക്കൂട്ടം കഴിഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ സ്ഥലം എവിടെയെന്ന് പോലും കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഈ സൈഡിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വല്ല കമ്പിയിലാണ് കൊരുത്ത് വണ്ടി മൊത്തം പോകും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വല്ല ഊരി തലയിൽ കൂടെ വീഴും. ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ വണ്ടികളാണ്. ഒരു ചെറിയ റോഡാണ്. കണ്ട അവിടെ നിന്ന് സിമൻറ്റ് നനച്ചിട്ടുള്ള വെള്ളമാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവേണം നമ്മൾ യാത്ര ചെയ്യാൻ. അത്രത്തോളം റിസ്ക് എടുത്താണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നത്. വേണ്ട, ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകില്ല. നമ്മളിനി അടുത്ത ആളൊന്ന് കനിയണം നമുക്ക് പോകണമെങ്കിൽ. അത്രത്തോളം റിസ്ക് എടുത്താണ് ഇതുവഴി വണ്ടി ഓടിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിയാണ്. 1.5 മണിക്കൂറായി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആറ്റിങ്ങൽ ഇതുവരെ എത്തിയിട്ടില്ല. കഴക്കൂട്ടം കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പം കണിയാപുരം ഭാഗമായതേ ഉള്ളതാണ് തോന്നുന്നത്. സ്ഥലം പോലും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ്. എന്ന് തീരുമെന്നോ ഈ ഒരു ദുരിതം. ഇനി ചിലപ്പോൾ ഇതിനകത്ത് ഒരു കമൻറ്റും കൂടെ വരും. അപ്പം ഈ വണ്ടി ഓടിക്കണ ഞാൻ നിയമം പാലിച്ചാണ് ഓടിക്കണതെന്ന് വിചാരിക്കും. ചോദിക്കും ഉറപ്പായിട്ടും കമൻറ്റ്സ് വരും. അവരുടെ അടുത്ത് പറയാനുള്ളതാണ്, ഞാൻ എൻ്റെ 2 കൈയും സ്റ്റിയറിങ്ങിൽ പിടിച്ച് എൻ്റെ 2 കാലും, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാലിൻ്റെ ആവശ്യമുള്ളൂ, ആക്സിലേറ്ററിലും ബ്രേക്കിലും ഞാൻ കാല് വയ്ക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ റൈബാൻ്റെ കണ്ണാടിയിലാണ്. അതുകൊണ്ട് ഇതിൽ നോക്കാൻ കാണാം കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനിനി മൊബൈൽ ഫോൺ പിടിച്ച് ഷൂട്ട് വണ്ടി ഓടിക്കുന്നൊന്നും ആരും പറയണ്ട. ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഇവിടെ പഴയ റോട്ടിൽ വന്ന് കയറി, ഈ സർവീസ് റോഡ് നമ്മൾ പഴയ റോട്ടിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് കണിയാപുരം ആയതുള്ളൂ ഇതുവരെയായിട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഒന്ന് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ റോഡ് റെഡിയാക്കി തന്നിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വീടെത്തിയിരുന്നു. ഓരോരുത്തർ ജോലിയും കഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് മഴയും നനഞ്ഞ് വീട്ടിലോട്ട് പോകുന്നത്. മഴ നനയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം തലയിൽ കൂടെ കൊണ്ടുകൊണ്ടിരിക്കുന്നു റോഡ് പണിയിൽ. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബൈ.